I miss you. Love you. Bye bye. Bye bye. Bye bye. ശരിയല്ല ബൈ Bye. ബൈ. യെസ്. നമസ്കാരം. നമ്മളിപ്പോൾ മെൽബണിലേക്ക് പോവുകയാണ്. ഓസ്ട്രേലിയയിലെ മെൽബണിലേക്ക്. ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ നിന്നും കോണ്ടാസിൻ്റെ വിമാനത്തിലാണ് പോകാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കോണ്ടാസ് വിമാനത്തിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. കോണ്ടാസിൻ്റെ എയർബസ് A320 ആണ്. വലിയ വിമാനമല്ല, ചെറിയ വിമാനമാണ്. നമുക്കൊരു 4 മണിക്കൂർ നീണ്ട ഒരു യാത്രയാണ് ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. അപ്പോൾ ഗൂഗിൾ എന്നെ ഇവിടെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടു, ബൈ ബൈ പറഞ്ഞു. ഞാൻ ഈ ഭാഗത്തേക്ക് പോകും. നേരത്തെയാണ്, എനിക്ക് 8:30 ഉള്ളൂ വിമാനം. ഇപ്പോൾ സമയം 5:30 ആയതേ ഉള്ളൂ. നേരത്തെ 3 മണിക്കൂർ നേരത്തെയാണ്. നമുക്ക് ഉള്ളിലേക്ക് പോകാം, ചെക്ക് ഇൻ ചെയ്യാം, എന്നിട്ട് ലോഞ്ചിലും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പോയിരിക്കാം. എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. ഇച്ചിരി നേരത്തെ എത്തി എന്നുള്ളതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ ടെർമിനലിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഓക്ലൻഡ് എയർപോർട്ടിൻ്റെ ഇൻ്റർനാഷണൽ ടെർമിനലാണ് ഈ കാണുന്നത്. അത്ര വലിയ ഗംഭീര കൊലകൊമ്പൻ എയർപോർട്ടൊന്നുമല്ല, ഒരു ചെറിയൊരു സാധാരണ കുഞ്ഞ് എയർപോർട്ടാണ്. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇവിടെ എമിറേറ്റ്സിൻ്റെ ദുബായിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ചെക്ക് ഇൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചെക്ക് ഇൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8:35 മെൽബൺ വിമാനം QF158 ഈ ഗേറ്റിൽ നിന്നാണ് നമ്മുടെ ചെക്ക് ഇൻ ഇവർ ആരംഭിച്ചിരിക്കുന്നത്. ഇതാണ് കോണ്ടസിൻ്റെ ചെക്ക് ഇൻ കൗണ്ടേഴ്സ്. നമുക്ക് ഈ കാണുന്ന കയോസ്കുകളിൽ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ക്യൂ നിന്ന് അപ്പുറത്ത് ചെക്ക് ഇൻ ചെയ്യാം, ഇല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണം ചെയ്യാം, കുഴപ്പമില്ല. മെഷീനിൽ നിന്നും നമുക്ക് നമ്മുടെ ബോർഡിംഗ് പാസും അതേപോലെ തന്നെ ബാഗേജ് ടാഗും സംഭവങ്ങളും കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതെടുത്തുകൊണ്ട് നമ്മൾ ബാഗ് ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ എനിക്ക് എൻ്റെ ബോർഡിംഗ് പാസ് കളക്ഷനിലേക്ക് നമ്മുടെ കോണ്ടസിൻ്റെ ബോർഡിംഗ് പാസും കിട്ടിയിരിക്കുകയാണ്. വാവ്! ഇതിനകത്ത് ഈ സോൾഡസ് EK5025 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ? ഇത് ഞാൻ എമിറേറ്റ്സിൻ്റെ ആപ്പ് വഴിയാണ് ഈ കോണ്ടസിൻ്റെ ടിക്കറ്റ് എടുത്തത്. കാരണം എമിറേറ്റ്സിൻ്റെ ആപ്പിൽ കൂടെ നമുക്ക് കോണ്ടസിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ ഈ മെഷീനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ബാഗേജ് ടാഗും ബാഗേജ് റെസിപ്റ്റും ആണ്. അതും കൂടെ നമ്മൾ ഈ കൗണ്ടറിൽ പോകണം, എന്നിട്ട് ബാഗ് ഡ്രോപ്പ് ചെയ്യണം. ഒരു വിസയോ കാര്യങ്ങളോ റിട്ടേൺ ടിക്കറ്റോ അങ്ങനത്തെ ഒരു ചോദ്യ പരിപാടി ഒന്നുമില്ല. കുച്ച് നഹി, നേരെ നമുക്ക് ബോർഡിംഗ് പാസ് തരും, ബാഗ് കളക്ട് ചെയ്യും. നോ വി ആർ ഫ്രീ ടു ഗോ ഇൻസൈഡ്. ഞാൻ ഏറ്റവും വലിയ ഒരു രാജ്യത്തിൻ്റെ സോനിയർ ആയിട്ടുള്ള കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ മറന്നിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഇവിടെ ന്യൂസിലാൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതുവരെ ഒരു പൈസ പോലും കൈകൊണ്ട് ഇട്ടിട്ടില്ല. കാരണം എല്ലാം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എല്ലായിടത്തും കാർഡ് എടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പൈസ മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ക്യാഷ് ഇല്ലായിരുന്നു. ലൈക്ക് നമ്മുടെ നോട്ട് കളക്ഷനകത്ത്, കറൻസി കളക്ഷനകത്ത് പൈസ വേണമല്ലോ. ഞാനിവിടെ എയർപോർട്ടിൽ തന്നെ എൻ്റെ ഉണ്ടായിരുന്ന $US കൊടുത്തിട്ട് ഞാൻ ഇവിടുത്തെ എല്ലാ ഡിനോമിനേഷൻസ് ആയിട്ടുള്ള പൈസ എടുത്തു. ഞാനത് അകത്ത് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് മേളിൽ കയറി വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ ഷോപ്പുകളുണ്ട്. ടിക്കി ടൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല സുവനീറുകളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. സുവനീറുകളൊക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർപോർട്ടുകളിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. കുറച്ച് പുറത്ത് നമ്മൾ വാങ്ങിക്കുന്നതിലും കുറച്ചും കൂടെ പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും. പിന്നെ ഈ ഓൾ ബ്ലാക്സ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ടീമിൻ്റെയാണ്, ലൈക്ക് റഗ്ബി ടീമിൻ്റെ ഒരു ജേഴ്സികളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. അത് എല്ലാം അഡിഡാസായിട്ട് ടൈപ്പാണ്. അഡിഡാസിൻ്റെ ജേഴ്സികളാണ് ഇവർ വിൽക്കുന്നത്. ഇത് അത്യാവശ്യം എക്സ്പെൻസീവാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ക്രൈസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ജേഴ്സിയൊക്കെ കളക്ട് ചെയ്യുന്ന ക്രൈസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അഡിഡാസ് ഓൾ ബ്ലാക്സ് ജേഴ്സി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇത് കുറേ സ്ഥലങ്ങൾ, ന്യൂസിലൻഡിൽ പല സ്ഥലങ്ങളിൽ ഞാൻ ഇവരുടെ ജേഴ്സി കണ്ടു. അപ്പോൾ ഇതാണ് ഓക്ലൻഡ് എയർപോർട്ടിൻ്റെ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ ടെർമിനൽ എന്ന് പറയുന്നത്. ലൈക്ക് ഇതിനകത്തേക്ക് വേണം നമുക്ക് പോകാനായിട്ട്, നമ്മുടെ ഇമിഗ്രേഷൻ ചെയ്യാനായിട്ട്. 2 മിനിറ്റ് കൊണ്ട് ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞു. ഒരു ക്യൂ ഇല്ലായിരുന്നു. ഇമിഗ്രേഷനിൽ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കിനും നമുക്ക് സ്റ്റാമ്പ് ഒന്നും ചെയ്യില്ല. സെക്യൂരിറ്റി ചെക്കൊക്കെ വളരെ ഫാസ്റ്റായിരുന്നു. ഇമിഗ്രേഷനിൽ വേറെ എവിടെ ഒരു ചോദ്യം പറച്ചിലൊന്നുമില്ല. അത് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ഡ്യൂട്ടി ഫ്രീ സ്റ്റോറുകളിലേക്കാണ്. എല്ലായിടത്തും ഉള്ള പോലെ ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകൾ എഴുതി മിന്നി മറയുന്ന ഡ്യൂട്ടി ഫ്രീ സ്റ്റോറുകളാണ് ഗൈസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അയ്യോ, ഈ ഡ്യൂട്ടി ഫ്രീയിലെ ഈ കുപ്പികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ എന്താ ഭംഗിയല്ലേ. ഓരോന്നിൻ്റെയൊക്കെ പ്രൈസ് ഉണ്ടല്ലേ, 2 എണ്ണം 79, 3 എണ്ണം 110 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരത്തി പിടിച്ച് എന്തൊക്കെ സംഭവങ്ങളാണ്. ഇത് ലോകത്ത് എവിടെ പോയാലും എല്ലാ എയർപോർട്ടുകളും ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഈ സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഇതിനകത്ത് വേറെ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട് ദർ ഇസ് നത്തിങ്. ഇതുള്ളതല്ലേ ഗ്ലാസ് വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ രാജ്യത്തും അവരുടെ രാജ്യത്തിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകും. ഇവിടെ നമുക്ക് ന്യൂസിലാൻഡ് സ്പെഷ്യൽ വൈനുകൾ, ന്യൂസിലാൻഡിൽ വരുന്ന ആൾക്കാർ തിരിച്ചു പോകുമ്പോഴത്തേക്കിനും വൈനൊക്കെ കുടിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ന്യൂസിലാൻഡ് സ്പെഷ്യലായിട്ടുള്ള വൈനുകൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ അയർലൻഡിൽ പോയപ്പോൾ അവിടുത്തെ എയർപോർട്ടിലല്ലേ നമ്മൾ മഹാറാണി ജിന്നി കണ്ടത്, വേറെ എയർപോർട്ടിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പം ലോക്കൽ പ്രോഡക്റ്റുകൾ അതാത് നാടുകളിൽ ഡ്യൂട്ടി ഫ്രീയിൽ അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഈ ലിക്കറും പെർഫ്യൂം ഒഴിച്ച് ബാക്കി മിക്ക സാധനങ്ങൾക്ക് എയർപോർട്ടിൽ എല്ലാത്തിനും വില കൂടുതലായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ പ്രൈസ് കണ്ടത് ഇസ്താംബുൾ എയർപോർട്ടിലാണ്. എന്ത് പ്രൈസാണ് അവിടെ ഓരോ സാധനങ്ങൾക്ക്. ഡ്യൂട്ടി ഫ്രീ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും കാണുന്നത് ഇതുപോലെയുള്ള വലിയ വലിയ മുന്തിയ ബ്രാൻഡുകളുടെ ഷോറൂമുകളാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കയറി വരുമ്പോൾ നമുക്ക് റോളക്സ് കാണാം, അതിനപ്പുറത്ത് ബോസ് ഉണ്ട്, കോച്ച് ഉണ്ട്, മോബ്ല തുടങ്ങി അങ്ങനെ ഒരുമാതിരി എല്ലാ ബ്രാൻഡുകളുടെ
ഷോറൂമുകളുണ്ടാവും. ഇവിടെ എമിറേറ്റ്സിൻ്റെയും അതേപോലെ തന്നെ കാണ്ടാസിൻ്റെയൊക്കെ പ്രീമിയം ലോഞ്ചസ് ഉണ്ട്. ഇവിടെ മുകളിലാണെന്ന് തോന്നുന്നു ലോഞ്ച്. അതൊക്കെ ഇൻവിറ്റേഷൻ ഓൺലി ലോഞ്ചസ് ആണ്, എയർലൈൻ ലോഞ്ചസ് എന്ന് പറയുന്നത്. ഇവിടെ എമിറേറ്റ്സ് ലോഞ്ചിൻ്റെ താഴെ സ്ട്രാറ്റ ലോഞ്ച് ഉണ്ട് കേട്ടോ. ഈ സ്ട്രാറ്റ ലോഞ്ചിൽ നമുക്ക് പ്രയോറിറ്റി പാസ്, പിന്നെ ഡൈനേഴ്സ് ക്ലബ്ബ്, ഡ്രാഗൺ പാസ്, ലോഞ്ച് കീ, ലോഞ്ച് പാസ് തുടങ്ങിയ കാർഡുകളൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ലോഞ്ചിൽ പോകണമെങ്കിൽ ഈ കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ആക്സസ് ഉണ്ടെങ്കിൽ ലോഞ്ചിൽ പോയി യൂസ് ചെയ്യാം. ലോഞ്ചിൽ പോകല്ലേ, സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഓ, അതാണ് എമിറേറ്റ്സ് ലോഞ്ച്. എന്നാ ക്ലാസ്സാന്ന് എനിക്ക്, നല്ല കിടുക്കാച്ചി ഗോൾഡൻ ലുക്ക്. എമിറേറ്റ്സിൻ്റെ സംഭവമൊക്കെ അടിപൊളിയാട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സ്ട്രാറ്റ ലോഞ്ച്. നമുക്ക് വേണമെങ്കിൽ കയറി നോക്കാം. ഇതാണ് ലോഞ്ച്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വലിയ തിരക്കൊന്നുമല്ല, വലിയ ക്രൗഡൊന്നുമല്ല. പിന്നെ ഇവിടെ കുറേ വൈനും ഡ്രിങ്ക്സും അങ്ങനെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഫുഡ് വെച്ചിട്ടുണ്ട്. ഫുഡ് തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് അടിപൊളി, നൈസ്. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിക് ന്യൂസിലൻഡ് ചായ ഇവിടെ വെച്ചിട്ടുണ്ട്, ചായപ്പൊടി. അപ്പോൾ ഞാൻ ഒരു ചായപ്പൊടി എടുത്ത് മറ്റേ ഇങ്ങനെ സാധനം ടീ ബാഗാണ്, അതെടുത്ത് ഇതിനകത്ത് വെച്ച് നമുക്കിത് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം വരും. എന്തേ ചൂടുവെള്ളം വരുന്നില്ലല്ലോ, വരൂ. അവിടെ എന്തൊക്കെ കുറേ ഫുഡ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു സൂപ്പ് എടുത്തു. ഇത് ചിക്കൻ ക്രീംഡ് കോൺ സൂപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനകത്ത് എന്തൊക്കെയോ കുറേ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഉണ്ടല്ലേ, പച്ചക്കറികൾ, സവാള, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ കുറേ ഇലയും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചിക്കനും കോണും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ള ക്രീമൊക്കെ ഇട്ടിട്ടുള്ള സൂപ്പ്. പിന്നെ ഇത് ലെമൺ ചിക്കൻ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ലെമൺ ചിക്കൻ വിത്ത് സം സലാഡ്, പിന്നെ ന്യൂസിലൻഡ് ടീ. അവിടെയും ടബാസ്കോ സോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സുഖം കേട്ടോ, അടിപൊളിയാണ്. ഫ്ലൈറ്റിൽ ഫുഡുണ്ട്. ഞാൻ ഇന്ത്യൻ വെജിറ്റേറിയൻ ഹിന്ദു വെജിറ്റേറിയൻ മീൽ എന്ന് പറഞ്ഞ സംഭവം ഞാൻ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം പ്രീ ബുക്ക് ചെയ്ത സാധനം കിട്ടുമോ എന്നുള്ളത്. ഈ ലെമൺ ചിക്കൻ എന്ന് പറഞ്ഞാൽ ചേമ്പ് പുഴുങ്ങിയതും പിന്നെ ചിക്കൻ പുഴുങ്ങിയതും കൂടെയുള്ള സാധനം, ഒരു ലെമൺ ജ്യൂസൊക്കെ ഇട്ട് സോർ ടേസ്റ്റിൽ കൊള്ളാം. എൻ്റെ വിമാനത്തിൻ്റെ ബോർഡിംഗ് ഗേറ്റ് അനൗൺസ് ചെയ്തു. മെൽബൺ QF158 16-ാം നമ്പർ ഗേറ്റാണ്. ഇവിടുന്ന് 16 മിനിറ്റ് നടക്കാനുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അടിപൊളി. ഇതാണ് നമ്മുടെ നോട്ട് കളക്ഷൻ. ഞാൻ കാണിക്കാൻ മറന്നതല്ലോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ സംഭവം കണ്ടോ, ഇത് ഇവരുടെ $5. ഇത് സർ എഡ്മണ്ട് ഹിലാരിയുടെ പടമാണ് ഇവർ ന്യൂസിലൻഡിൻ്റെ ഈ നോട്ടിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും കാണുന്നത് എവറസ്റ്റ് ആയിരിക്കാനാണ് സാധ്യത. ഈ എഡ്മണ്ട് ഹിലാരി എന്ന് പറയുന്നത് ന്യൂസിലൻഡുകാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോട്ടോ അവർ നോട്ടിൽ വെച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കി, ഒരു മൗണ്ടനിയർ, അദ്ദേഹത്തിൻ്റെ പാഷൻ്റെ പുറത്ത് എവറസ്റ്റ് ക്ലൈംബ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള നോട്ട് വരെ ഇവിടെ ഇറക്കി കണ്ടു. പിന്നെ നമുക്കൊരു കിവി ബേർഡാണെന്ന് എനിക്കറിയത്തില്ല, ഒരു ബേർഡ് നമുക്കിവിടെ കാണാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് പെൻഗ്വിനാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ന്യൂസിലൻഡ് എന്നുള്ള പേരും പിന്നെ ഒട്രോവ എന്ന് പറഞ്ഞ അവരുടെ മറ്റേ പേര്, അത് നമ്മൾ ഇന്ത്യ ഭാരതം എന്ന് പറയുന്ന പോലെ ഇവരുടെ മൗറി ഭാഷയിലുള്ള പേരാണ് ഒട്രോവ എന്ന് പറയുന്നത്. അതാണ് ബാക്കിൽ എഴുതിയിരിക്കുന്നത്. ഈ $5 എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം 250 രൂപ വരും. ഇതാണ് ന്യൂസിലൻഡിൻ്റെ $10. ഏകദേശം നമ്മുടെ ഏകദേശം 550 രൂപ വരും. ഈ $10 ഇവർ വെച്ചിരിക്കുന്ന ഫോട്ടോ കേറ്റ് ഷെപ്പാർഡ് എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെയാണ്. ഈ കേറ്റ് ഷെപ്പാർഡ് എന്ന് പറഞ്ഞ ലേഡി ശരിക്കും ഒരു ഫ്രീഡം മൂവ്മെൻ്റ് അല്ല, ഒരു എന്താ പറയുക, ഒരു വുമൺ എംപവർമെൻറ്റിന് വേണ്ടി കുറേ പ്രവർത്തിച്ച ഒരാളാണ്. ഇവരുടെ ആ ഒരു പ്രവർത്തനം കാരണമാണ് ന്യൂസിലൻഡിൽ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു സംഭവം നിലവിൽ വരുന്നത്. അപ്പോൾ അതിന് കാരണക്കാരിയായ വ്യക്തിയാണ് കേറ്റ് ഷെപ്പാർഡ് എന്ന് പറയുന്നത്. അവരുടെ ചിത്രം വെച്ചിട്ടുള്ള ഒരു നോട്ടാണ്, $10 ന്യൂസിലൻഡ് നോട്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് വിയോ എന്ന് പറഞ്ഞ ഒരു ബേർഡാണെന്ന് തോന്നുന്നു, അതിനെ കാണാൻ സാധിക്കും. കൊള്ളാമല്ലേ. ഇത് പ്ലാസ്റ്റിക് നോട്ടാണ്, നമ്മൾ UK കാണുന്ന പോലത്തെ പ്ലാസ്റ്റിക് നോട്ടാണ്. കണ്ടില്ലേ, ഇതൊരു ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് കണ്ടോ, ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് സംഭവമുണ്ട് ഇതിൽ. ഇതാണ് ന്യൂസിലൻഡിൻ്റെ $20. നമ്മുടെ ഏകദേശം ഒരു 1000 രൂപ വരും. നമ്മുടെ ക്യൂൻ എലിസബത്ത് II ഫോട്ടോ ആണ് $20 വെച്ചിരിക്കുന്നത്. ക്യൂൻ എലിസബത്ത് II, എലിസബത്ത് രാജ്ഞി എന്ന് നമുക്ക് പറയാം. $20 നോട്ട്, വളരെ മനോഹരമായിട്ടുള്ള നോട്ടിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ പോയി കണ്ട ബീഹൈവ്, അതായത് ഇവരുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചിത്രം കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കരേറ എന്ന് പറഞ്ഞ ഒരു ബേർഡിൻ്റെ ഇതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവരുടെ സിൽവർ ഫേൺസ് ഉണ്ട്, സിൽവർ ഫേൺസും കരേരയും പിന്നെ ഏതോ ഒരു ചെടിയും കൂടെ ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇത് ഇവരുടെ $50 എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 2000 രൂപ വരും. അപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത് സർ അപ്പിരാന്ത ങ്ങാട്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോട്ടോ
ഫോട്ടോ ആണ്. ഇദ്ദേഹം ഒരു മൗറി പൊളിറ്റീഷ്യനാണ്. മൗറി ആ ഒരു ട്രൈബ്സിനും അതേപോലെ തന്നെ അവരുടെ ഭാഷയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിച്ച ഒരു MP അല്ലെങ്കിൽ ഒരു വലിയൊരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഈ നോട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊക്കാക്കോ എന്ന് പറഞ്ഞ ഒരു ബേർഡിൻ്റെ ഒരു ചിത്രമുണ്ട്. പിന്നെ സിൽവർ ഫൺ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏതോ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലവും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മഷ്റൂം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കൊക്കാക്കോ ബേർഡ്. ഇത് ഇവരുടെ $100 നോട്ടാണ്. $100 നോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോർഡ് റൂദർഫോർഡ് ഓഫ് നെൽസന്റെ ചിത്രമാണ്. ഈ ലോർഡ് റൂദർഫോർഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി. ദ ഫാദർ ഓഫ് ദ ന്യൂക്ലിയർ ഫിസിക്സ് എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസും ലഭിച്ചിട്ടുണ്ട്. നോബൽ പ്രൈസും കൂടെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ ന്യൂക്ലിയർ ഫിസിക്സ്, ആറ്റോമിക് റിസർച്ച് തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം ഈ ന്യൂസിലൻഡുകാരനാണ്. അതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം നമുക്ക് ഈ 100 നോട്ടിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് മൊഹുവ എന്ന് പറഞ്ഞൊരു ബേർഡിനെ കാണാൻ സാധിക്കും. പിന്നെ ഒരു ബട്ടർഫ്ലൈ, അങ്ങനെ സിൽവർ ഫേൺ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ $100 ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കും. ഇതിന് പല നോട്ടിനും പല വലിപ്പമാണ്. 100 ഏറ്റവും വലിപ്പമുള്ള നോട്ടെന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ചെറുതാണ് 50 എന്ന് പറയുന്നത്. പിന്നെ 20 അതിൻ്റെ ചെറുത്, 10 അതിൻ്റെ ചെറുത്, അങ്ങനെ പല വലിപ്പത്തിലാണ് നോട്ടുകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡിങ്ങിൻ്റെ സമയം ഏകദേശം ആയി വരുന്നേ ഉള്ളൂ. നമുക്ക് ഇനി ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ളത് കൊണ്ട് തന്നെ ലോഞ്ച് ബൈ. നമുക്ക് ലോഞ്ചിൽ നിന്ന് നടക്കാം. വലിയ തിരക്കൊന്നും ഇല്ലാതെ നല്ല അടിപൊളി നീറ്റ് ലോഞ്ചായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ക്വാണ്ടസിൻ്റെ ലോഞ്ചാണ്. ക്വാണ്ടസിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആൻഡ് ബിസിനസ് ക്ലാസ് ആൾക്കാർക്ക് വേണ്ടിയുള്ള ലോഞ്ച്. അതൊക്കെ ഇൻവിറ്റേഷൻ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ എയർലൈൻ ലോഞ്ചിലൊക്കെ. പക്ഷേ ഈ ലോഞ്ചും അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. അപ്പോൾ നമുക്കിനി ഗേറ്റിലേക്ക് നടക്കാം. 16 നമ്പർ ഗേറ്റ് എവിടെയാണെന്ന് ഞാൻ പോയി തപ്പി പിടിക്കട്ടെ. ഈ സൺഗ്ലാസ് ഷർട്ടൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാ എയർപോർട്ടിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കുറേ തുണിക്കടകൾ, ഇത് എന്തോരം തുണിക്കടകളാണിത്. ഇവിടെയൊക്കെ സെയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐസ് ബ്രേക്കർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണിത്. ഇന്ന വിലയാണ്. ഞാൻ വെറുതെ കയറി ടീഷർട്ടിനൊക്കെ വില നോക്കിയാൽ $100 ഒരു ടീഷർട്ടിൻ്റെ വില. ആ ഒരു ബ്രാൻഡിന് എത്ര വിലയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ ബ്രാൻഡിനെ പറ്റി കേട്ടിട്ടില്ല. മേ ബി അതായിരിക്കാം. നല്ല കിടുക്കാച്ച എയർപോർട്ട് അല്ലേ. ഇത് പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കിന് ഇത്രയും വലുതാണെന്ന് നമുക്ക് തോന്നുന്നു. ഒരിക്കലും തോന്നില്ല. അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കിന് ഇറ്റ്സ് ബിഗ്. ഓ, ഇത് കണ്ടോ, ഇത് കൊള്ളാം അല്ലേ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതെന്തോ ഒരു നൂല് പോലത്തെ ഒരു സാധനമാണേ. അതിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അതിനകത്ത് ലൈറ്റൊക്കെ കൊടുത്തിട്ട് ആ ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. സമയം 7:30 ആയെന്നുണ്ടെങ്കിലും ഇരുട്ടിട്ടില്ല. 8:30 ആകുമ്പോഴേ നമുക്ക് ഇരുട്ടുള്ളൂ. ഇത് ഇവിടെയും ഇഷ്ടംപോലെ കടകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് എനിക്ക്. അപ്പോൾ നമുക്ക് ഗേറ്റ്സ് 15 to 18. എമിറേറ്റ്സിൻ്റെ 380 കിടക്കുന്നത് കണ്ടോ. പക്ഷേ എൻ്റെ പൊന്നോ, അതിൻ്റെ ഇപ്പുറത്ത് തന്നെ മറ്റേ ചൈന ഈസ്റ്റേൺ എന്നും പറഞ്ഞുകൊണ്ടൊരു വിമാനം കൂടെ കിടപ്പുണ്ട്. ഇവിടെ എയർ ന്യൂസിലൻഡിൻ്റെ വിമാനങ്ങൾ ഇഷ്ടംപോലെ കിടക്കുന്നു. എയർ ന്യൂസിലൻഡ് നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ ആ ഒരു സിൽവർ ഫേൺ, ആ ഒരു ഇലയുടെ ഡിസൈനിലുള്ള വിമാനങ്ങളും പൊളിയാണ് കേട്ടോ. ഇത് കുറച്ചങ്ങോട്ട് നടക്കണം. അതുകൊണ്ടാണ് 10-15 മിനിറ്റ് എടുക്കും എന്ന് പറഞ്ഞത്. സാധനങ്ങൾ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എല്ലായിടത്തും മറ്റേ ഇതുപോലത്തെ ബഗ്ഗികൾ അവൈലബിൾ ആണ്. നമുക്ക് കുട്ടികളായിട്ടുള്ള വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ബഗ്ഗി സർവീസസ് ഒക്കെ അവൈൽ ചെയ്യാം. കടൽ തീരത്താണ് ഇവരുടെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നോക്കി 7:45 ഇപ്പോഴും എന്ത് ലൈറ്റാന്ന് നോക്കി. എന്നാലും എയർ ന്യൂസിലൻഡിൻ്റെ വിമാനങ്ങൾ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ലുക്കാട്ടോ. ചൈനയിൽ നിന്ന് ഒത്തിരി വിമാനങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ചൈന ഈസ്റ്റേൺ തുടങ്ങി കുറേ വിമാനങ്ങൾ. അങ്ങനെ എയർപോർട്ടുകളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കണം. എന്തോരം നടക്കണം എന്നറിയാം. കുറേ നടക്കണം. എയർപോർട്ടിൽ തന്നെ നമുക്കിങ്ങനെ നടന്ന് നമ്മുടെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. എയർ ന്യൂസിലൻഡിൻ്റെ ഒരു നോർമൽ പ്ലെയിൻ വൈറ്റ് ലിവറി, ഇത്തരത്തിലുള്ള പ്ലെയിൻ വൈറ്റ് ലിവറിയിലുള്ള വിമാനങ്ങൾ ഇവർക്കുണ്ട്. നമുക്ക് പോകേണ്ട എയർക്രാഫ്റ്റ് ഇതുവരെ ലാൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് മെൽബണിൽ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വന്ന് തിരിച്ചു പോകുന്ന വിമാനമാണെന്ന് തോന്നുന്നു. അതേ നമ്മളെ വിമാനം വരുന്നു. ക്വാണ്ടസിന്റെ വിമാനം ഇപ്പോൾ ലാൻഡ് ചെയ്തേ ഉള്ളൂ. ഇവർ ഗേറ്റ് ചേഞ്ച് ചെയ്തു. 16 നിന്ന് 18 ആക്കി. ഭാഗ്യം ദൂരോട്ടൊക്കെ മാറ്റാഞ്ഞത്. ചൈന ഈസ്റ്റേണിൻ്റെ വിമാനം കിടക്കുന്നുണ്ട്. ചൈന ഈസ്റ്റേൺ ഈ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കിനും തിരക്കൊക്കെ കുറവ്. അത് എമിറേറ്റ്സിൻ്റെ ഒക്കെ ക്രൂ വരുന്നുണ്ട്. എമിറേറ്റ്സിൻ്റെ വിമാനം എനിക്ക് വന്ന് രാത്രി എങ്ങാണ്ടാന്ന് തോന്നുന്നു. എമിറേറ്റ്സിൻ്റെ 3 വർഷം പഴക്കമുള്ള എയർബസ് 380 വിമാനമാണ് ഈ കാണുന്നത്. ഇത് ശരിക്കും ഓക്ലൻഡിൽ നിന്ന് ഡയറക്റ്റ് ദുബായിലേക്ക് ഫ്ലൈ ചെയ്യുന്ന വിമാനമാണ്. 16 മണിക്കൂറാണ് ശരിക്കും ഇവിടെ നിന്ന് ദുബായിലേക്ക് ഡയറക്റ്റ് ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്നത്. 16 മണിക്കൂർ ഇവിടെ നിന്ന് ദുബായിലേക്ക് പോകുന്ന ആ വിമാനം കിടക്കുന്ന കടപ്പ് എന്താ ലുക്ക്. 16 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു 1.5 ട്രാവൽ ടൈം അല്ലേ. ഈ ന്യൂസിലൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്നൊക്കെയാണ് ലോകത്തിലെ ലോങ്ങസ്റ്റ് ഏറ്റവും ദൈർഘ്യമുള്ള വിമാനങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ലണ്ടനിലേക്ക് ക്വാണ്ടസ്, പിന്നെ ഇവിടെ നിന്ന് ഈ കാണുന്ന വിമാനം, പിന്നെ നമ്മുടെ സിംഗപ്പൂരിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള സിംഗപ്പൂർ എയർലൈൻസിൻ്റെ വിമാനമൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാനയാത്രകളൊക്കെ.
എന്തായാലും ഡയറക്റ്റ് ഫ്ലൈറ്റ് 16 മണിക്കൂർ. ആ ഒരു 16 മണിക്കൂർ നീണ്ട വിമാനയാത്രയിൽ എത്ര ജീവനക്കാരുണ്ടാവും, എത്ര സ്റ്റാഫാ എമിറേറ്റ്സിൻ്റെ ക്യാബിൻ ക്രൂവും ആൾക്കാരൊക്കെ പോകുന്നതെന്നറിയോ? 17 നമ്പർ ഗേറ്റിൽ നിന്നാണെന്ന് തോന്നുന്നു അവരുടെ വിമാനം. ഇതൊക്കെ ദുബായിക്ക് പോകാനുള്ള ആൾക്കാരാണ്. ഇങ്ങനെ നടന്ന ടെർമിനലിൻ്റെ അവസാനം എത്തി. ഗേറ്റ് 18, ലാസ്റ്റ് ഗേറ്റാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് മെൽബണിലേക്ക് പോകേണ്ട ക്വാണ്ടസിൻ്റെ ബോയിങ് 737 വിമാനം. ഇത് 9 വർഷം പഴക്കമുള്ള വിമാനമാണ്. ഇപ്പം മെൽബണിൽ നിന്ന് വന്നിറങ്ങിയതേ ഉള്ളൂ. മറ്റേ എയറോ ബ്രിഡ്ജൊക്കെ കണക്ട് ചെയ്തിന് ആൾക്കാരൊക്കെ ഇറക്കി ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഈ ക്വാണ്ടസ് എന്ന് പറയുന്നത് നമ്മുടെ ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് കാരിയറാണ്. 1920 ഈ ഒരു കമ്പനി ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 1922 മുതൽ ഇവർ വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഇപ്പോഴും വിമാനം ഓടിക്കുന്ന കമ്പനികളിലൊന്നാണ് ക്വാണ്ടസ് എന്ന് പറയുന്നത്. 120 എയർക്രാഫ്റ്റുകളാണ് ഇവർക്ക് ഉള്ളത്, 120 വിമാനങ്ങൾ. അന്റാർട്ടിക്ക അടക്കം ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും ക്വാണ്ടസിൻ്റെ വിമാനങ്ങൾ പറക്കുന്നുണ്ട്. വൺ വേൾഡിൻ്റെ കീഴിലാണ് ഈ വിമാനങ്ങൾ വരുന്നത്. അതായത് നമ്മുടെ ശ്രീലങ്കൻ എയർലൈൻസ്, പിന്നെ ഖത്തർ എയർലൈൻസ് ഒക്കെ വൺ വേൾഡിൻ്റെ കീഴിലാണ് വരുന്നത്. അങ്ങനെ ഗേറ്റ് നമ്പർ 18 അവിടെ ഞാൻ വന്നു. ഇനി നമ്മളിവിടെ ഒരു 1/2 മണിക്കൂർ പോസ്റ്റ്. യെസ്, നമ്മുടെ ബോർഡിങ് തുടങ്ങി. ഇവർ കുറേ ബിസിനസ് ക്ലാസ്സും പിന്നെ ഇവരുടെ കുറേ പ്രയോറിറ്റി ഫ്രീക്വൻറ്റ് ഫ്ലൈവേഴ്സ് പാസഞ്ചേഴ്സൊക്കെ ഉണ്ട്. അവരെല്ലാം കയറ്റി കഴിഞ്ഞിട്ടാണ് നമ്മളെ കയറ്റുന്നത്. ഈ എക്കണോമിയിൽ വിമാനത്തിൽ ആദ്യം കയറ്റുന്നത് വിമാനത്തിൻ്റെ ബാക്ക് സൈഡിലിരിക്കുന്ന ആൾക്കാരെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് മുൻ സൈഡിൽ ഫ്രണ്ട് റോയിലിരിക്കുന്ന അല്ലെങ്കിൽ പകുതിക്കിരിക്കുന്ന ആൾക്കാരെ കയറ്റുന്നത്, പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരെ കയറ്റുന്നത്. ആ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരെ ആദ്യം കയറ്റി കഴിഞ്ഞാൽ ബോർഡിങ് ഭയങ്കര തിരക്കാവുമല്ലോ, എല്ലാവരും അവിടെ നിന്ന്. അപ്പോൾ ബാക്കിൽ നിന്ന് കയറ്റി വരുമ്പോഴത്തേക്കിനും അത് ഭയങ്കര എളുപ്പമായിരിക്കും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കോണ്ടസ് ദി സ്പിരിറ്റ് ഓഫ് ഓസ്ട്രേലിയ. വൺ വേൾഡ്. ബിസിനസ് ക്ലാസ്സിലൊക്കെ നിറച്ച ആളിരിക്കുകയായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് സീറ്റുകൾ. നോക്കി, എല്ലാ സീറ്റിലും ഹെഡ്ഫോണ്, പിന്നെ ബ്ലാങ്കറ്റ്, പില്ലോ, എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. 17F ഇതാണ് നമ്മുടെ സീറ്റ്. കൊള്ളാം. ഇവിടെയാണ് നമ്മളിരിക്കുന്നത്. 17F വിൻഡോ സീറ്റാണ്. അത് നല്ല വലിയ പില്ലോ, ബ്ലാങ്കറ്റ്, ഹെഡ്സെറ്റ് എല്ലാം ഉണ്ട്. ഇതൊക്കെ മാറ്റിയാലേ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു നൈറ്റ് ഫ്ലൈറ്റാണിത്. ഇവിടുന്ന് രാത്രി 8:45 വിട്ട് കഴിഞ്ഞാൽ 9:45, 10:45, 11:45, 12:45, 1 മണിക്കാണ് എത്തേണ്ടത്. പക്ഷേ 1 മണി എന്ന് പറയുമ്പോഴത്തേക്കിനും ഓസ്ട്രേലിയൻ സമയം 2 മണിക്കൂർ പുറകിലാണ്. അപ്പോൾ നമ്മൾ 11 മണിക്ക് എത്തും. അപ്പോൾ ഇവിടെ ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്, 17F എന്നും പറഞ്ഞുകൊണ്ട്. ലെറ്റ്സ് ഗോ. ഇതിനകത്ത് എന്തൊക്കെയോ സിനിമകൾ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അഡൾട്ട് മൂവിയോ പിന്നെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൂവീസ് അതുകൊണ്ട് ഈ കാണുന്ന സിനിമകളൊക്കെയാണുള്ളത്. ഈ ടച്ച് അത്ര റെസ്പോൺസീവ് ഒന്നുമല്ല, അത് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്കൊന്നുമല്ല ഈ ടച്ച് പോകുന്നത്. പക്ഷേ എന്നാലും ഇതെങ്ങനെ ടച്ച് ചെയ്ത് ഞാൻ എന്തൊക്കെയോ ചെയ്ത് ഏതൊക്കെയോ പ്ലേ ആവുന്നു. ഞാൻ നെറ്റ്ഫ്ലിക്സിൽ സിനിമ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് തൽക്കാലം അത് കാണാം. ഇത് കാണണ്ട. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാമെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാറും. കുറേ സിനിമയുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. മലയാളമൊന്നുമില്ല, ഹിന്ദിയൊന്നുമില്ല. പില്ലോ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. ഇതിൽ എന്തോ പാടൊക്കെ ഉണ്ട്, നോക്കിയിട്ടുണ്ട്. യൂസ്ഡ് ആണോ എനിക്കറിയാം. പിന്നെ യൂസ്ഡ് ആയിരിക്കും. ഇതിലൊക്കെ എന്തൊക്കെ പാടുകളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കത്ര തൽക്കാലം. പിന്നെ ഇത് നമുക്ക് ഹെഡ്സെറ്റ്, കോൺടാസ്, യൂണിസെഫിൻ്റെ പരസ്യമൊക്കെ ഉണ്ട് ഇതിൽ. കുഴപ്പമില്ലാത്ത ഹെഡ്സെറ്റാണ്, നമുക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ നമുക്ക് ബ്ലാങ്കറ്റ്, ഇത് കണ്ടോ ബ്ലാങ്കറ്റ്, ഇതാണ് ബ്ലാങ്കറ്റ് കണ്ടില്ലേ. ഡേവിഡ് ക്യൗൺ ഫോർ കോൺടാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ബ്ലാങ്കറ്റ് ഫ്രഷാണ്, ലൈക്ക് ഇത് സീൽഡ് പാക്കറ്റിനകത്താണ്, നമുക്ക് പൊട്ടിച്ചെടുത്ത് ഉപയോഗിക്കാം. ലെഗ് സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നോട്ട് ബാഡ്. അത് വലിയ മോശം ലെഗ് സ്പേസ് ഒന്നും പറയാനില്ല, പക്ഷേ അത്രയ്ക്കും കൂടെ ഭയങ്കര സംഭവം എന്നും പറയാനില്ല. എയർ ന്യൂസിലാൻഡിലെ ലെഗ് സ്പേസ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഇത് വലിയൊരു ടെലിഫോൺ ഡയറക്ടർ, ഇത് നമ്മുടെ മറ്റത് ഒരു വലിയൊരു ടെലിഫോൺ ഡയറക്ടറി പോലെ ഇരിക്കുന്നത്. നമ്മുടെ പണ്ടത്തെ ടെലിഫോൺ ഡയറക്ടറി ഇല്ലേ, അതേപോലത്തെ ഒരു വലിയ പുസ്തകമാണ് വെച്ചിരിക്കുന്നത്. വേൾഡ് ഓഫ് വണ്ടർ എന്നും പറഞ്ഞുകൊണ്ട് ക്വാണ്ടസ്. ഇതിനകത്ത് തന്നെ വേറെ എന്തൊക്കെയോ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് ഇതൊക്കെ ഇതിനകത്ത് തന്നെ ഉള്ളതാണ്, പുസ്തകങ്ങളല്ല. ഇതൊക്കെ ഫുൾ പരസ്യങ്ങളാണ്, കണ്ടില്ലേ, പരസ്യങ്ങൾ, ഡ്യൂട്ടി ഫ്രീ സാധനങ്ങൾ, ഷോപ്പിങ്, അങ്ങനത്തെ പരിപാടികളാണ് ഫുള്ളെന്ന് തോന്നുന്നു. മാഗസിൻ പ്ലസ് ഷോപ്പിംഗ് സംഭവങ്ങൾ ഒരു രക്ഷയില്ലടാ. ഇത് ഇവിടുന്ന് ലണ്ടൻ വരെയുള്ള വിമാനത്തിൽ 18 മണിക്കൂർ ഇരുന്നാലും വായിച്ചു തീർക്കാൻ പറ്റത്തില്ല, കണ്ടു തീർക്കാൻ പറ്റാത്തത്ര സംഭവങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ കോണ്ടസിൻ്റെ നെറ്റ്വർക്ക് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും ഇവർക്ക് വിമാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇവിടെ സീറ്റ് സൈഡിൽ ഇത് കണ്ടോ, അത് നമുക്ക് ഹെഡ്സെറ്റ് കുത്തിയിട്ട് ഇവിടെ കുത്തണം. ഹെഡ്സെറ്റ് ഈ ഭാഗത്ത് ഇവിടെ കുത്തിയിട്ട് ഹെഡ്സെറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, പിന്നെ ചാനൽ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. ഇത് സീറ്റ് പുഷ് ബാക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബട്ടൺ. ഈ നിരന്തരം ട്രാവൽ ചെയ്യുന്നവർക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളിത് ഇതുപോലത്തെ നമ്മുടെ പഴയ ടൈപ്പ് USB കേബിള്
കൊണ്ട് നടന്നാലേ നിങ്ങൾക്ക് ഈ വിമാനങ്ങളിൽ അവിടെയൊക്കെ കുത്താൻ പറ്റുള്ളൂ. പല സ്ഥലങ്ങളിലും നമുക്ക് USB ഔട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവമാണ്. നമ്മുടെ പുതിയ ഫോണുകളുടെ കൂട്ടത്തിൽ വരുന്ന ഇതുപോലത്തെ USB-C ഔട്ട് നമുക്ക് ഇവിടെ കുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പവർ ബാങ്കിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുത്തി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ ടൈപ്പ് നമുക്ക് കുത്താൻ പറ്റുന്ന ഒരു കേബിള് നല്ലൊരെണ്ണം കൈ കൊണ്ട് നടന്നാൽ ട്രാവൽ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. എൻ്റെ കയ്യിൽ അതില്ല, എനിക്ക് ഒരെണ്ണം വാങ്ങണം. അതിന് സീറ്റ് കാണിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സീറ്റാണത്. കണ്ടോ, ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ക്വിഷനാണ്. ഈ ഒരു നേവി ബ്ലൂ കളറാണ് തോന്നുന്നു, ബ്ലാക്ക് അല്ല, ബ്ലാക്ക് ബ്ലൂ അല്ലാത്തൊരു കളറാണ്. നേവി ബ്ലൂ എന്നും പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് ബ്ലൂ കളറിലാണ് തീം ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വീതിയുണ്ട്, ഒരു സോഫ്റ്റ് കുഷൻ, അതാണ് സംഭവം. സീറ്റ് വീതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം, നോട്ട് ബാഡ്, അത്യാവശ്യം നല്ല സീറ്റ് വീതിയുണ്ട്. പിന്നെ അണ്ടർത്തെ സപ്പോർട്ട് ആണെങ്കിലും പിന്നെ ആ ഒരു ഇതിൻ്റെ ഒരു നീളമാണെങ്കിലും അത്യാവശ്യം ലോങ് ഫ്ലൈ ഒക്കെ പോകാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്, നോട്ട് ബാഡ്. വിങ്സിൻ്റെ തൊട്ട് മുകളിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് എൻ്റെ സീറ്റ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല. തൊട്ടപ്പുറത്ത് നമ്മുടെ എമിറേറ്റ്സിൻ്റെ 380 കിടപ്പുണ്ട്, അത് പോയിട്ടില്ല ഇതുവരെ. ഫ്ലൈറ്റ് ഫുള്ളാണ്, ഫുൾ ലോഡാണ്, ഒരു സീറ്റ് പോലും കാലിയില്ല. എല്ലാവരും നിറഞ്ഞ് കുത്തി നിറഞ്ഞിരിക്കുകയാണ്. അടിപൊളി, ചെറിയ വിമാനമല്ലേ. കോണ്ടസിൻ്റെ 100 വർഷത്തെ ആ ഒരു പഴക്കം, ആ 100 വർഷത്തെ ഒരു പാരമ്പര്യം കാണിക്കുന്ന ഒരു സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ വീഡിയോ ആയിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ 1 മണിക്കൂർ ഡിലേ ആയിട്ട് നമ്മുടെ വിമാനം ഇപ്പോൾ പുഷ് ബാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പുറത്ത് കിടന്ന എമിറേറ്റ്സിൻ്റെ വിമാനം വരെ പോയി. ഫോം കണ്ടെത്തുന്നത് നമുക്ക് കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ്റെ ഫോമാണ്. ഇത് ഓസ്ട്രേലിയയിൽ പോകുന്ന എല്ലാവരും ഫില്ല് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇത് വളരെ സിൻസിയറായിട്ട് ഒരു തെറ്റും കൂടാതെ ഫില്ല് ചെയ്യണം. ഞാനൊരു സ്പെഷ്യൽ മീൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വെജിറ്റേറിയൻ മീലാണ് ഞാൻ ഇത്തവണ ഓർഡർ ചെയ്തത്. പ്രീ ബുക്ക് ചെയ്യാൻ കണ്ടപ്പോഴത്തേക്കിന് ഞാൻ ബുക്ക് ചെയ്തതാണ്. നിലവിൽ ഇതിനകത്ത് ഇപ്പോൾ ഇവർ ചിക്കനും ബീഫുമാണ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ സലാഡും പിന്നെ ബീഫ് സ്ട്രോഗണോഫും ഒക്കെയാണ്, അങ്ങനെ എന്ത് സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വെജിറ്റേറിയൻ മീല് പറഞ്ഞുകൊണ്ട് എനിക്ക് വെജിറ്റേറിയൻ മീൽ കൊണ്ട് തന്നു. എന്താണ് ഞാൻ തുറന്നു നോക്കട്ടെ. ഇതാണ് ആ ഫുഡ്. സ്റ്റിക്കി റൈസ്, പിന്നെ പുഴുങ്ങിയ ക്യാരറ്റ്, പിന്നെ ചന മസാല പോലത്തെ ഒരു സാധനം. പിന്നെ ഇതിനകത്ത് ഒരു വീഗൻ, ഇത് വീഗനാണോ എന്നെ ഇവന്മാർ മാറി തന്നാണോന്ന് എനിക്കറിയത്തില്ല. വീഗൻ ബണ്ണും പിന്നെ വീഗൻ സ്വീറ്റോ അങ്ങനെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രിങ്ക്സ് കൊണ്ടുതരുന്ന കൂട്ടത്തിൽ എല്ലാവരും വൈനാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും ഒരു വൈൻ വാങ്ങിച്ചു, കോൺടാസിൻ്റെ ലേബലൊക്കെ ചെയ്തിട്ടുള്ള സാധനം. പിന്നെ ചായ കാപ്പി വേണമെന്ന് വെച്ചപ്പോൾ ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ ഗ്ലാസ് അതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ കൊണ്ട് തരും. ഇതെല്ലാം കൂടെ വെക്കാൻ ഇതിനകത്ത് സ്ഥലമില്ല, സ്ഥലം രഹിക്കേ. ഞാൻ നല്ല ഉറക്കമായിരുന്നു, നല്ല ഉറങ്ങി. നമ്മൾ ലാൻഡ് ചെയ്തു. ഇപ്പം ന്യൂസിലൻഡ് സമയം 1:15 രാത്രിയിൽ, ഇവിടുത്തെ സമയം രാത്രി 11:15. അയ്യോ, ഇനി വീണ്ടും 2 മണിക്കൂർ പുറകിലോട്ടായി. ഞാനാണ് നല്ല ഉറക്കമായിരുന്നു. ഞാനുണ്ട് ലാൻഡിങ് ഒന്നും കണ്ടില്ല. എല്ലാം വന്ന് റൺവേ വന്ന് ഇടിച്ച് വീണപ്പോഴത്തേക്കും ടുക്കുടുക്കുന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചപ്പോൾ കിട്ടത്തെ പോയി ഇടിക്കുമെന്ന്. എത്ര ചേർന്നാ കൊണ്ടുപോകുന്നു. അയ്യോ. അപ്പോൾ ഗുഡ് ബൈ കോണ്ടാസ്. ഞാനാണെ ഭയങ്കര ഉറക്കമായിരുന്നു. കോണ്ടാസ് ഗുഡ് ബൈ. ഇതാണ് കേട്ടോ ബിസിനസ് ക്ലാസ്, സാധാരണ ബിസിനസ് ക്ലാസ് ഉണ്ടല്ലേ. ബൈ ബൈ ബൈ. ഇത് കണ്ടോ, യൂട്യൂബർ എന്നാണ് നമ്മൾ എവിടെ പോയാലും എഴുതാറ്. ഞാനിവിടെ മെൽബൺ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കിനും എനിക്കിവിടെ പൂച്ചണ്ടൊക്കെ ആയിട്ട് നിൽക്കുന്നു. വാവ്, താങ്ക് യു സോ മച്ച്. വെൽക്കം ടു മെൽബൺ. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു മെൽബൺ. ഇത് കണ്ടല്ലേ, മെൽബണിൻ്റെ വലിയൊരു ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. പെട്ടെന്ന് ഇറങ്ങി വന്നു കേട്ടോ. ഇല്ലേ, ന്യൂസിലൻഡിൽ നിന്ന് വന്നോണ്ടാ. ആണോ? അതിന്റെ ഓസ്ട്രേലിയ ന്യൂസിലൻഡും തമ്മിൽ ഭയങ്കര ഇതിലല്ലേ, ഭയങ്കര ന്യൂസിലൻഡിൽ നിന്ന് ഒട്ടും തന്നെ ചെക്കിങ് കാണത്തില്ല. ഇവർ തമ്മിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിസ പോലും വേണ്ട. വിസ വേണ്ട. അവിടുത്തെ PR ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോകാം, ഇവിടുന്ന് അങ്ങോട്ട് പോകാം. ഓസ്ട്രേലിയ ന്യൂസിലൻഡും ഭയങ്കര ടൈപ്പില്ല. അപ്പം ഫ്ലൈറ്റ് കയറിയാലോ. എനിക്ക് വളരെ അത്യാവശ്യം മൂത്രം ഒഴിക്കണം. മൂത്രം ഒഴിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇത് ആളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് ജിനോ ചേട്ടൻ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ് അല്ലേ? 10 വർഷം കഴിഞ്ഞു. ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ്. എനിക്കിവിടെ ഓസ്ട്രേലിയ വരാൻ വേണ്ടി വിസ എടുക്കാൻ വേണ്ടി ഇൻവിറ്റേഷൻ തന്ന ജിനോ ചേട്ടനാണ് അല്ലേ? പിന്നല്ല, അതിപ്പോ എത്ര നാളായി? 2 വർഷം, 1 വർഷം കഴിഞ്ഞു. അതൊന്നും പറയണ്ട, എൻ്റെ കഥയൊന്നും പറയണ്ട. വിസ കിട്ടിയിട്ടൊക്കെ കുറെ നാളായി, ഇപ്പോഴാണ് വരുന്നതേ ഉള്ളൂ.
ശരിക്കും നമ്മൾ തമ്മിൽ ചാറ്റ് ചെയ്യാനും സംസാരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 2 വർഷത്തിന് മേലായി. ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് അല്ലേ? പ്ലാനിങ്ങിന് ശേഷം വാട്സപ്പിലൂടെയുള്ള ഫോൺ കോളും ചാറ്റും ആയിരുന്നു ഞങ്ങൾ എത്ര നേരം. ഞാൻ പ്രതീക്ഷിച്ചത് ചെറുപ്പമാണുണ്ടോ ഞങ്ങൾ? എന്നെ കണ്ടിട്ട് എത്ര വയസ്സ് തോന്നിക്കുന്നുണ്ട്? വയസ്സൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലല്ലേ പ്രായം. ഇത് കൊള്ളാല്ലേ, മെൽബൺ എന്ന് പറഞ്ഞിട്ട് ഇവർ എയർപോർട്ടിന്റെ മുമ്പിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഭയങ്കര രസമാണ്, ആൾക്കാർക്ക് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷേ 50,000 മുകളിൽ മലയാളികൾ ഇറങ്ങിയ സ്ഥലമാണ്. അങ്ങനെ 50,000 കഴിഞ്ഞ പ്രാവശ്യത്തെ സെൻസസില് 50,000 മുകളിലായിരുന്നു ഇവിടുത്തെ മലയാളി പോപ്പുലേഷൻ. മെൽബണിലോ മാത്രമോ? എനിക്കറിയാം എത്ര ആൾക്കാരെ എനിക്ക് മെസ്സേജ് അയച്ചെന്നറിയോ, മെയിൽ അയച്ചിരിക്കുന്നേ. മെൽബണിൽ നിന്ന് എത്ര ആൾക്കാര്, കുറേ ആൾക്കാര്. മെൽബണിലാണ് ഓസ്ട്രേലിയ തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളതും ഏറ്റവും. കാരണം പല സാഹചര്യങ്ങൾ കൊണ്ടും ജോലി കിട്ടാനും ഒക്കെ സിഡ്നിയെക്കാട്ടിലും സിഡ്നിയിൽ വീട് മേടിക്കാൻ ഭയങ്കര പാടാണ്, ഹൈലി എക്സ്പെൻസീവ് ആണ്. പക്ഷെ മെൽബണിലാണ് സൗകര്യങ്ങൾ കൊണ്ടും എല്ലാം ഇതാണ് വരുന്നത്. ആണല്ലേ? ഇവിടുത്തെ സെൻസസിൽ എനിക്ക് തോന്നുന്നു ഓൾ ഓസ്ട്രേലിയയിൽ 1,00,000 മുകളിലായിരുന്നു മലയാളികളോ? മലയാളികളുടെ ഏറ്റവും കൂടുതൽ മലയാളികള് മെൽബണിലാണ്. അത് ശരി. ഏത് സബർബിൽ ചെന്ന് കഴിഞ്ഞാലും സ്കൂളിൽ ചെന്നാലും മലയാളി ഉണ്ടാവും. ഒരു ക്ലാസ്സിൽ എന്റെ പിള്ളേരൊക്കെ പഠിക്കുന്ന ഏത് ക്ലാസ്സിൽ പോയാലും 24 പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 5-6 പേര് മലയാളികൾ. അത് ശരി. ഞാൻ വന്നിറങ്ങിയിട്ട് നേരെ ഇമിഗ്രേഷനിൽ പോയി. ഇമിഗ്രേഷൻ തിരക്കൊന്നുമില്ല, അധികം തിരക്കില്ലായിരുന്നു. ഇമിഗ്രേഷനിൽ പോയി പാസ്പോർട്ട് കൊടുത്തപ്പോഴത്തേക്കും പുള്ളി ചോദിച്ചു, ഹാവ് യു ബീൻ ടു ഇന്തോനേഷ്യ ഇൻ ലാസ്റ്റ് 6 days? ഞാൻ പറഞ്ഞു ഇന്തോനേഷ്യ നോ. ആദ്യം അങ്ങനെ ചോദിക്കുന്നത്, സാറിന് ആഫ്രിക്ക കണ്ടുള്ള പേരാണ് ചോദിക്കുന്നത്. പുള്ളി എന്നിട്ട് ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് ഓക്കെ ഗുഡ് ടു ഗോ എന്ന് പറഞ്ഞു. ഒന്നും ചോദിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു പുള്ളിയോട് എന്താണ് ഇന്തോനേഷ്യയുടെ പ്രശ്നം എന്ന് ചോദിച്ചു. എന്തോ ഫുഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്, അതുകൊണ്ടാണെന്ന്. ഓക്കെ എന്ന് പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഇത് എയർപോർട്ടിന്റെ പുറത്തുള്ള കാർ പാർക്കിംഗ് ബിൽഡിംഗ് ആണ്. ഉണ്ടല്ലോ, ഇതാണ് എയർപോർട്ട്. അതിന്റെ പുറത്തുള്ള കാർ പാർക്കിംഗ് ബിൽഡിംഗ് അവിടെ ഉണ്ട് ഒരു മെൽബൺ. ഊബറുകൾ ആ ടാക്സിയിലോട്ട് ഊബർ അല്ലാതെ അവിടെ തന്നെ അല്ലേ? ഊബറുകൾ മാത്രമേ അവിടെ വരത്തുള്ളൂ. അപ്പോൾ ഊബറുകാർ ചിലപ്പം വണ്ടി ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഇതിന്റെ ഡ്രൈവർമാർ വെയിറ്റ് ചെയ്തിട്ടാണ് അവർക്കൊരു ചാൻസ്. അത് ശരി. ഇവിടെ മറ്റേ ടാക്സി അല്ലേ? പിന്നെ നമ്മുടെ പാർക്കിങ്. നിങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആളല്ലേ? മുഖ്യമന്ത്രി കിയ കാർണിവൽ ബ്ലാക്ക് കളർ വണ്ടി, അടിപൊളി. നല്ല സൗകര്യമാണ്. കാരണം ഇവിടെ പിന്നെ അടിയിലോട്ട് ഈ സീറ്റ് ഇങ്ങോട്ട് താത്തി കഴിഞ്ഞാൽ ഫ്ലാറ്റ് കിടക്കാം. നമ്മൾ പലപ്പോഴും അവിടെ കിടക്കാറുണ്ട്, ക്യാമ്പിംഗ് ചെയ്യാം. ഇതിന് സ്പേസ് ഉണ്ട്, ഇതിനകത്ത് എത്ര ബൂട്ട് സ്പേസ് ഉണ്ട് താഴേക്ക് അല്ലേ? ഇത് ശരിക്കും എത്ര? 1, 2, 3, 4, ഇത് 6 സീറ്റർ 8 സീറ്റർ അല്ലേ? അതിനകത്തൊരു ഗുണമുണ്ട്, ഈ നടുക്കത്തെ ഒരു സീറ്റ് മാറ്റി വെച്ചേക്കുന്നത് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തു വെച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ 2 സൈഡിൽ കൂടെ പിള്ളേരൊക്കെ തന്നെ ഇങ്ങോട്ട് കയറി വന്നിരുന്നു. യെസ്, അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്നും റൂമിലല്ല ഹോട്ടലിലെത്തി. ക്വസ്റ്റ് എപ്പിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഈ എപ്പിംഗ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ സിറ്റിയല്ല, സിറ്റിയുടെ ഔട്ട്സ്കേർട്സ് ആണ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് ദൂരം മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ജിനോച്ചേട്ടനൊക്കെ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തേക്കൊക്കെ പോയി വരാനായിട്ട് ഇവിടെയാണ് സൗകര്യം. ഇതിൻ്റെ മുമ്പിൽ തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്, അവിടെ മസാലാശ കിട്ടുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. നമുക്ക് പോയി നോക്കണം. അപ്പോൾ ബാഗ് എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ ജിനു ചേട്ടാ ഗുഡ് നൈറ്റ്. നാളെ കാണാമേ. ഓക്കെ, ഞാൻ റൂമിൽ പോട്ടെ. ഇവിടെ തൊട്ട് മുമ്പിൽ തന്നെ ഇതൊരു ഷോപ്പിംഗ് മോളൊക്കെയാണ് കേട്ടോ. ഞാനത് നാളെ കാണിച്ചു തരാം. രാവിലെ എണീറ്റിട്ട് രാത്രി 1 മണിയായി. ക്വസ്റ്റ് എപ്പിംഗ് ഇതൊരു അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലാണ്. ജിനോച്ചേട്ടൻ എന്നെ ഇവിടെ ആക്കിയിട്ട് ജിനോച്ചേട്ടൻ പോയി. ഇതാണ് നമ്മുടെ ഹോട്ടൽ റിസപ്ഷൻ എന്ന് പറയുന്നത്. റിസപ്ഷന് മുമ്പിൽ തന്നെ ഇവിടെ കണ്ടില്ലേ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു 4 രാത്രി താമസിക്കുന്നുണ്ട്, 4 നൈറ്റ്. ഇതൊരു അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലാണ്. കൊള്ളാം, നല്ല സെറ്റപ്പാണ്. ചെക്കിനൊക്കെ ചെയ്ത് ഈ ഒരു 10 മിനിറ്റ് എടുത്ത് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. രാത്രി നടക്കുമ്പോൾ എനിക്ക് വരുന്നു റിസപ്ഷനിസ്റ്റ്. ഇവിടെ പല സ്ഥലങ്ങളിലും ക്രെഡിറ്റ് കാർഡ് കാണും. നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഇവന്മാർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാർജ് ചെയ്യും. എൻ്റെ കയ്യിൽ നിന്ന് $300 ക്രെഡിറ്റ് കാർഡിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചാർജ് ചെയ്തു. അതെന്നിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് പോകുമ്പം നമുക്കത് റീഫണ്ട് ചെയ്ത് തരും. അങ്ങനെയാണ് ഇവരുടെ പരിപാടി. ഇതാണ് എൻ്റെ റൂം 205. അയ്യോ ഒന്നും പറയണ്ട, പുറത്ത് നല്ല തണുപ്പാട്ടോ. ഇപ്പം പകൽ ചൂടും രാത്രിയിൽ തണുപ്പുമാണ്. സോ ദിസ് ഈസ് മൈ റൂം. വാവ്, ഇതൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ആണ്. സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്. ഹമ്പോ, ഇതിൻ്റെ 2nd ഫ്ലോറിലാണ്. 2nd ഫ്ലോർ. ബാൽക്കണി സംഭവങ്ങളൊന്നുമില്ല. ഇതെന്താ പരിപാടി?
ഒന്നും കാണാനില്ല, കാർ പാർക്ക് തന്നെയുള്ളൂ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു വലിയൊരു ക്വീൻ ബെഡാണ്, വലിയ ബെഡാണ്. പിന്നെ ഇതെന്താണ്, ഫോണൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ടേബിളുണ്ട്, ഭക്ഷണം കഴിക്കാം. പിന്നെ ഇതൊരു അലമാരയാണ്. അലമാരയിൽ ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ട്, സേഫ് ലോക്കറുണ്ട്. ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കുശ്നഹി ഇതെന്താ സാധനം? ഇതെന്താ? ഇതിനകത്ത് 2 എക്സ്ട്രാ പില്ലോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഓൾറെഡി 2 പില്ലോ ഉണ്ട്, പിന്നെ എക്സ്ട്രാ പില്ലോ വെച്ചിട്ടുണ്ട്. പിന്നെ അയൺ ബോക്സ് ഉണ്ട്, അയൺ ടേബിളുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു മൈക്രോവേവ് ഉണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ കത്തി സംഭവങ്ങളൊക്കെ ഉണ്ട്, ഒരു സിങ്ക് ഉണ്ട്, വെള്ളം ചൂടാക്കാം. പിന്നെ എനിക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റൗ ഉണ്ട്. ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് വെക്കാം. പിന്നെ ഇതിനകത്തൊക്കെ അത്യാവശ്യം ബേസിക് കട്ട്ലറീസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം കേട്ടോ ഇതിനകത്ത്. അതിൻ്റെ പരിപാടികളൊക്കെയാണ്. എനിക്ക് ഇത്ര സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. വെരി ഗുഡ്, നൈസ്, കുഴപ്പമില്ല. പിന്നെ AC ഉണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം എന്ന് പറയുന്നത്. വാഷ്റൂമിൻ്റെ ലൈറ്റ് എവിടെയാണ്? യെസ്, ഇതാണ് നമ്മുടെ വാഷ്റൂം. നീറ്റാണ്, നല്ല അടിപൊളി റൂമാണ് അല്ലേ. നല്ല ടവൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ഹാൻഡ് ടവൽസ് ഉണ്ട്. പിന്നെ കണ്ടീഷണർ, ബോഡി വാഷ്, അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഷവർ ഏരിയ. ഇവിടെ എന്താ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്? എന്തത്? നാപ്കിൻ ഡിസ്പോസൽ, ബ്ലാ 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 ബ്ലാ. ഇതെന്ത്? വാഷിംഗ് പൗഡറോ? ശരി, വാഷിംഗ് പൗഡർ വരെ ഉണ്ട്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ, ലോണ്ടറി ഒക്കെ ഉണ്ട് താഴെ. ഇത് കണക്ഷൻ റൂമിൻ്റെ ആണെന്ന് തോന്നുന്നു. സംഭവങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നോട്ട് ബാഡ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ മെൽബൺ എത്തിയിരിക്കുകയാണ്. മെൽബൺ ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ഇവിടെ വെച്ച് നിർത്തണോ? വേണ്ട, നമുക്ക് നാളെ രാവിലെ ഞാൻ നേരിട്ട് പുറത്തെ കാഴ്ചകൾ കൂടെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് ഡേ മോർണിംഗ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഗസ്റ്റ് എപ്പിംഗ്. ഇന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ആണ്. രാവിലെ 10 മണി ആയതേ ഉള്ളൂ. ഇവിടെ ആരും തുറന്നിട്ടൊന്നുമില്ല. ഇതിവിടെ നാൻഡോസ് ഉണ്ട്, പിന്നെ അപ്പുറത്ത് ഷോപ്പിംഗ് മോൾ, അതിൻ്റെ അപ്പുറത്ത് ഷോപ്പിംഗ് മോൾ. ഇവിടെ എല്ലാം ഷോപ്പിംഗ് മോൾ റിലേറ്റഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും അതും ഇതും ഒക്കെ ആയിട്ട് ഇത്തരത്തിലൊരു ആംബിയൻസ് കാണാനില്ല. ഇവിടെ A1 ബേക്കറി കാണാം, എപ്പിംഗ്. മലേഷ്യൻ ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. പിന്നെ ഇത് ചിക്കൻ ആൻഡ് ബിയർ എന്ന് പറഞ്ഞ വേറൊരു റെസ്റ്റോറൻറ്റ്. ഹംഗ്രി ഡോഗ് ഫിഷ് ആൻഡ് ചിപ്സ്. ഇതൊന്നും തുറന്നിട്ടല്ല രാവിലെ എല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കൊള്ളാം കേട്ടോ. ഇവിടെ തൊട്ടിപ്പുറത്ത് താഴെ നാൻഡോസ് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇന്നെന്തായാലും വൈകിട്ട് നാൻഡോസിൽ വന്ന് നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെ അർബൻ ഡൈനർ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണല്ലോ. ഞാൻ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ എന്ന് നോക്കട്ടെ. ഇത് ഗ്രൂപ്പ് ട്രെയിൻ, ഇതെല്ലാം കൂടെ കണ്ടിട്ട് ആകെ കൺഫ്യൂഷൻ ആയല്ലോ. കൺഫ്യൂഷൻ. ഈ മോളിൻ്റെ അകത്തോട്ട് കയറി വന്നപ്പോഴത്തേക്കിനും ഇവിടെ മൊത്തം ഫുഡ് കോർട്ട്. അടിപൊളി. നമുക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കണം. കബാബ്സ്, എന്തൊക്കെയാ ഇത് എല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് പ്രാന്താവുന്നു. ഇത് ചൈന ബാറെന്ന്. എൻ്റെ പൊന്നെ, കൊള്ളാട്ടാ. ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കിന് ആ ചൈന ബാറിൻ്റെ ഇപ്പുറത്ത് ഇവിടെ ക്ലേ വോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇന്ത്യൻ ഫുഡ്. അവിടെ രാവിലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് രാവിലെ ബിരിയാണി ഒന്നും കഴിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനവിടെ ചോദിച്ചപ്പോഴത്തേക്കിനും അവിടെ ദോശയുണ്ട് എന്ന് പറഞ്ഞു. സോ ഞാനൊരു ദോശ പറഞ്ഞു, ഒരു ഊത്തപ്പം പറഞ്ഞു, പിന്നെ ഒരു സമോസ വിത്ത് വേറെന്തോ ചട്നി. ഈ ഒരു സമോസയ്ക്ക് $3.50 $3 എന്ന് പറയുമ്പോൾ 150 രൂപ. പിന്നെ മസാല ചായ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എടുത്തോളം പറഞ്ഞു. നോട്ട് ബാഡ്. There comes my ഊത്തപ്പം. എൻ്റെ ഊത്തപ്പം വന്നിരിക്കുകയാണ്. ലേശം കരിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഭയങ്കര തിക്കാണെന്ന് എനിക്ക്. പക്ഷേ എൻ്റെ പൊന്നെ, ഇത് ഭയങ്കര ഹെവിയാണ്. മസാല ഊത്തപ്പം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ടൊമാറ്റോ ചട്നി, സാമ്പാർ, പിന്നെ ഇത് ഈ പൊടി. ഇതാണ് സംഭവം. കൊള്ളാം. ഞാൻ ആക്ച്വലി ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല. ഞാൻ വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇത് കണ്ടപ്പോഴത്തേക്കിനും പ്രലോഭനത്തിൽ വീണുപോയി. നോട്ട് ബാഡ്. രാവിലെ തന്നെ ഫുഡെല്ലാം കഴിച്ച് മൊത്തം പിടിച്ചിരിക്കും. ഇത് മസാല ചായയാണ് കേട്ടോ, വിത്തൗട്ട് ഷുഗർ, മസാല ടീ. വേണ്ട കാര്യമില്ല. അപ്പം നാളെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ മെൽബൺ സിറ്റി കാണാൻ വേണ്ടി പോകും. അതേപോലെ കാങ്കരൂവിനെ കാണാൻ പറ്റുമോ എന്ന് നോക്കണം. കാങ്കരൂ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നാളെ നമുക്ക് മെൽബണിലെ കാഴ്ചകൾ കാണാം. സീ ടുമോറോ. അതുവരേക്കും ബൈ.